വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്നുള്ളത് ദ സെൻഡ് ഓഫ് എ ബേർഡ് ബൈ മാധവിക്കുട്ടി എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ദ സെൻഡ് ഓഫ് എ ബേർഡ് എന്ന സ്റ്റോറിയിൽ മാധവിക്കുട്ടി ചിത്രീകരിക്കുന്നുള്ളത് ഒരു വുമൺ, ആ ഒരു വുമൺ കൽക്കട്ടയിൽ ജോബ് സെർച്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അവൾ ആ ഒരു മെയിൽ ഡോമിനേറ്റഡ് എൻവയറൺമെൻറ്റിൽ ഫേസ് ചെയ്യുന്നുള്ള ബാരിയേഴ്സ്, തടസ്സങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ ചിത്രീകരിക്കുന്നുണ്ട് ആ ഒരു ജോബ് അപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് അവൾ ട്രാപ്പായതുപോലെയാണ് അവൾക്ക് തോന്നുന്നുള്ളത്. ആ ഒരു കാര്യം ഈ ഒരു സ്റ്റോറിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി എന്നുള്ളത് നോട്ടബിൾ ഫോർ ഇറ്റ്സ് റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ. ഇതിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ കാരണമായിട്ടാണ് ഈ ഒരു സ്റ്റോറി എന്താവുന്നുള്ളത്, നോട്ടബിളായി മാറുന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ എന്നുള്ളത്? മിഡിൽ ക്ലാസ് വുമൻ്റെ സ്പെസിഫിക് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലുള്ള എക്സ്പീരിയൻസിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് ഡെപ്പിക്ഷനാണ് ഈ ഒരു സ്റ്റോറിയിൽ മാധവിക്കുട്ടി എന്ന റൈറ്റർ പറയുന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ്, ആ ഒരു ചിത്രീകരണത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ ഒരു മിഡിൽ ക്ലാസ് വുമൻ്റെ സ്പെസിഫിക് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ുള്ള എക്സ്പീരിയൻസ് ചിത്രീകരിക്കുകയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ മാധവിക്കുട്ടി എന്ന റൈറ്റർ. ഈ ഒരു സ്റ്റോറിയിലുള്ള വുമൺ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു വർക്ക് പ്ലേസിലെ ക്രൗഡ്സ് ഓഫ് മെന്ന്, ആ ഒരു പുരുഷന്മാരുടെ ആ ഒരു കൂട്ടത്തെ നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ മോസ്റ്റ്ലി മെർച്ചൻസും ഓഫീസ് വർക്കേഴ്സാണുള്ളത്. അതർ വുമൺ, നോ അതർ വുമൺ ഇൻ ദ ബിൽഡിംഗ്, വേറെ സ്ത്രീകളൊന്നും ആ ഒരു ബിൽഡിങ്ങിലില്ല. ഈ കാരണം കൊണ്ട് തന്നെ ആ ഒരു വുമൺ എന്ത് ചെയ്യാണ്, വിച്ച് ലീഡ്സ് ടു എ ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാന്ന്, അതുപോലെ തന്നെ ബീയിങ് ട്രാപ്പ്ഡ്, ഒരു കെണിയിലകപ്പെട്ട പോലെ തോന്നുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുള്ളത് വുമൻ്റെ ആ ഒരു ജോബ് അഡ്വർടൈസ്മെൻറ്റിലുള്ള എക്സ്പെക്റ്റേഷൻ്റെ ആ ഒരു കോൺട്രാസ്റ്റിനെ പറ്റിയിട്ട് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിത്ത് ദ റിയാലിറ്റി, എക്സ്പെക്റ്റേഷനും അതുപോലെ തന്നെ ആ ഒരു വർക്ക് പ്ലേസിൽ ആ സ്ത്രീ കണ്ടിട്ടുള്ള ആ ഒരു മെയിൽ പ്രസൻസിൻ്റെ റിയാലിറ്റിയെ, അതിന് രണ്ടിനിടയിലുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെയും റിയാലിറ്റീൻ്റെയും ഇടയിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണിച്ചു തരാൻ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ദ ജെൻഡർ ഡിസ്പാരിറ്റി. ഈ ഒരു സ്റ്റോറി നോട്ടഡ് ഫോർ റിയലിസ്റ്റിക് പോർട്രയൽ ഓഫ് എ വുമൺസ് എക്സ്പീരിയൻസ് ഇൻ എ സൊസൈറ്റി. ആ ഒരു വുമണ് സൊസൈറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളത് എന്താണ്? ഒരു ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ വെർ ലിമിറ്റഡ്, വുമണുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ലിമിറ്റഡ് ആണ് എന്നുള്ള ആ ഒരു വുമൻ്റെ എക്സ്പീരിയൻസിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് പോർട്രയൽ കാരണം ഈ ഒരു സ്റ്റോറി നോട്ടഡ് ആണ് എന്നാണ് പറയുന്നുള്ളത്. ഒരു ജോബ് എക്സ്പെക്റ്റ് ചെയ്ത് വന്നിട്ട് ആ ഒരു ജോബ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് ഒരു വേറെ സ്ത്രീകളൊന്നും കാണാതായ സമയത്ത് ആ ഒരു വുമൺ ഉണ്ടായിട്ടുള്ള ആ ഒരു ട്രാപ്പഡ് ഫീൽ, അതൊക്കെയാണ് ഈ സ്റ്റോറിയിൽ മെയിനായിട്ട് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പാട്രിയാക്കൽ സൊസൈറ്റിയിൽ, മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ വുമണുള്ള ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ലിമിറ്റേഷൻസ്, അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയെ പറ്റിയിട്ട് പറയുന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്റ്റോറിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്രോസിംഗ് ദ ബോർഡേഴ്സിലെ മറ്റുള്ള ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ദ പ്ലേലിസ്റ്റ് ഫോർ മോർ വീഡിയോസ് അബൌട്ട് ക്രോസിംഗ് ദ ബോർഡേഴ്സ്.